ഹരേ കൃഷ്ണ. ഇത് വളരെ ചെറിയൊരു സ്കിറ്റാണ്, വലിയ പ്ലാനിങ് ഒന്നുമില്ല. ഇപ്പൊ തന്നെ നമ്മൾ രാവിലെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഡയലോഗ്സ് എല്ലാം ഓൺ ദ സ്പോട്ട് ആയിരിക്കും. ഇതിലെ ഇപ്പോൾ സ്കിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. നമ്മൾ ആദ്യം ഒരു പ്രാർത്ഥനയോട് തുടങ്ങുന്നു. കാരണം ഇവിടെ ഈ സ്കിറ്റ് ചെയ്യാനിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് ആ ശക്തി തരുന്നത്, കഴിവ് തരുന്നത് ഗുരുമഹാരാജാണ്. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നമാചാര്യപാദായ നിതായ പ്രദായ ഗൗരവതായ നഗരഗ്രഹമതായ നമാ വിഷ്ണുപാദായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവമന്ത്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरवृंद. हरे कृष्ण 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 हरे 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 राम राम राम. ഹരേ കൃഷ്ണ. ഇത് മലയാളത്തിലാണ്, സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് എവിടെയായിരുന്നു? കുറെ ആയി കണ്ടിട്ട്. പ്രഭു, ഞാൻ മായക്കൂട് വരെ പോയിട്ടുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഹരിപോൾ. പ്രഭുവിനെ കാണുമ്പോൾ ചെറിയ വിഷമമുള്ളത് പോലെ ഉണ്ടല്ലോ. പ്രഭു എന്ത് പറ്റി? ശരിയാണ് പ്രഭു, ഞാൻ ജപിക്കുമ്പോൾ മനസ്സുറയ്ക്കുന്നില്ല, ശ്രദ്ധ കിട്ടുന്നില്ല. ഞാൻ ജപം ചെയ്യാനായിട്ട് മാല എടുക്കുമ്പോൾ തന്നെ എനിക്ക് പല പല ചിന്തകളാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. ഫസ്റ്റ് റൗണ്ട് ജപിക്കുമ്പോൾ ഞാൻ ഓഫീസിലെ വർക്കിനെ കുറിച്ച് ഓർക്കും. മാനേജറിന് അത് സബ്മിറ്റ് ചെയ്തിട്ടില്ല, ഇത് സബ്മിറ്റ് ചെയ്തിട്ടില്ല. പിന്നത്തെ റൗണ്ടിൽ ഞാൻ എൻ്റെ മോനെ കുറിച്ച് ഓർക്കും. മോൻ്റെ പഠിത്തത്തിനെ കുറിച്ച്, മോൻ്റെ എങ്ങനെ കൃഷ്ണ കോൺഷ്യസ്നസ് വരണം അതിനെക്കുറിച്ച് ഓർക്കും. പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളായി, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളപ്പുറം പോകും. ഒന്നും പറയണ്ട. അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് എന്തുകൊണ്ടാണ് സങ്കടം വരുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഗുരു മഹാരാജന് കൊടുത്ത വാക്ക് ക്വാളിറ്റി ചാൻറ്റിങ്ങിൻ്റെ അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് പ്രഭു എൻ്റെ സങ്കടം. അത് പോട്ടെ, പ്രഭുവിൻ്റെ മുഖത്ത് ഒരു സങ്കടം ഉണ്ടല്ലോ, അതെന്താ? പരീക്ഷ പ്രഭു, ഇത് ഞാൻ എങ്ങനെ ആരുടെ അടുത്താ പറയാൻ പറ്റുമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക. പ്രഭു ആയതുകൊണ്ട് ഞാൻ പറയാം. പ്രഭു, എനിക്കൊരു യാത്രയുണ്ടായിരുന്നു. പക്ഷെ യാത്രയിൽ ഇടയ്ക്ക് എനിക്ക് പ്രസാദം എവിടെയും കിട്ടിയില്ല. നല്ല വിശപ്പായിരുന്നു. ഒരു വെജിറ്റേറിയൻ ഫുഡ് പ്രസാദം പറഞ്ഞ് ഞാൻ കഴിച്ചു. അത് കഴിച്ച ശേഷം പിന്നെയും അതൊരു തെറ്റായിപ്പോയി, ഗുരു മഹാരാജിന് അപരാധമായി പോയോ, അയ്യോ നമ്മളുടെ കാലിൻ്റെ പ്രശ്നങ്ങൾ കൂടിപ്പോയോ എന്നൊരു വിഷമം. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുകയായിരുന്നു. നിങ്ങൾ മഹാ അപരാധമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഗുരുനിന്ദയാണ് ചെയ്തിരിക്കുന്നത്. ഗുരു മഹാരാജ് പറഞ്ഞതല്ലേ നമ്മൾ അനുസരിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ നരകത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഗുരുനിന്ദയാണ്. ഗുരു മഹാരാജ് ഇതെല്ലാം സഹിക്കുന്നില്ലേ? ഇതിനു വേണ്ടി ഗുരു മഹാരാജ് എത്രയോ അനുഭവിക്കുന്നു. ഇതെല്ലാം നിങ്ങളാണ് കാരണക്കാരൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാനും എല്ലാം കേട്ടു. എനിക്ക് മനസ്സിലാവാത്തത്, 2 ഭക്തന്മാരിവിടെ മനസ്സ് തുറന്ന് അവരുടെ ഒരു പ്രശ്നം പറയുന്നു. അതിലെന്താണ് തെറ്റ്? അത് നല്ലതല്ലേ? ഇതല്ലേ നമുക്ക് ചെയ്യാനാവുന്നൊരു കാര്യം. നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു, വിഷമങ്ങൾ പറയുന്നു. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് പ്രശ്നങ്ങൾ കുറെ പറഞ്ഞു തീർക്കാൻ തന്നെ നമുക്ക് സാധിക്കും. അതേസമയം ഈ ചെറിയ ഒരു കാര്യത്തിനെ നമ്മളിങ്ങനെ ഊതി വീർപ്പിച്ച് വലുതാക്കി ഇങ്ങനെ ഈ വൈഷ്ണവരുടെ മനസ്സ് വേദനിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതല്ലേ സത്യത്തിൽ ഗുരുനിന്ദ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? നമ്മൾ പരസ്പരം ബന്ധിച്ച് പരസ്പരം ഒന്നിച്ച് നിൽക്കേണ്ടവരല്ലേ? നമ്മുടെ ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമോ? നമ്മുടെ ഗുരുവിന്റെ ഭാവം നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മുടെ ഗുരു
ഹിസ് ഹോളിനെസ് ജയപ്രകാശ് സ്വാമി ഗുരു മഹാരാജ്, അത് എത്ര കരുണയുള്ളവനാണ്. അദ്ദേഹത്തിന്റെ കരുണയെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അത്ര കരുണാമയനായ ഗുരുവാണ്. ആ ഗുരുവിന്റെ ശിഷ്യന്മാരെ നമ്മൾ ഇങ്ങനെ ഗുരുനിന്ദ കാട്ടാൻ പാടില്ല. നമ്മൾ വൈഷ്ണവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതാണ് ഗുരുനിന്ദ. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കണം, ഗുരുവിന്റെ ഭാവം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഗുരുവിന്റെ കരുണയെ കുറിച്ച് ഒരു കാര്യം പറയാം, എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ മായാപ്പൂർ ഉണ്ടായിരുന്നപ്പോൾ 2000-ലാണെന്ന് തോന്നുന്നു, ലാപ്ടോപ്പ് ഇറങ്ങിയ സമയമാണ്. ഗുരു മഹാരാജ് ആദ്യത്തെ ലാപ്ടോപ്പ് തന്നെ വാങ്ങിച്ചു. പക്ഷെ ഒരു കുഴപ്പം, ആ ലാപ്ടോപ്പിന് പവർ ബാക്കപ്പ് ഇല്ല. എപ്പോഴും പവർ കണക്ട് ചെയ്തിട്ടാലേ ആ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഗുരു മഹാരാജ് ഒരു ദിവസം വളരെ പ്രധാനമായ ഒരു ഇമെയില് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരു മഹാരാജ് ലാപ്ടോപ്പ് വെച്ചിരിക്കുന്ന മുറിയിൽ പവർ പ്ലഗ് ഇല്ലാത്തതുകൊണ്ട് വേറൊരു മുറിയിൽ നിന്ന് എക്സ്റ്റൻഷൻ കേബിൾ ഇട്ടിട്ടാണ് ഈ ലാപ്ടോപ്പ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റിയെന്ന് വെച്ചാൽ വളരെയധികമൊക്കെ സീരിയസ് ആയി മാറ്റർ ടൈപ്പ് ചെയ്ത് കുറെ ആയി കഴിഞ്ഞപ്പോൾ ഗുരുകുലത്തിൽ കളിക്കുന്ന ഒരു ചെറിയ കുട്ടി ഓടി പോണ വഴിക്ക് കാല് തട്ടിയിട്ട് പവർ കേബിൾ ഡിസ്കണക്ട് ആയി പോയി. എന്ത് സംഭവിച്ചു? ലാപ്ടോപ്പ് ഓഫ് ആയി പോയി. ആ ടൈപ്പ് ചെയ്തതെല്ലാം പോയി. ആർക്കായാലും ദേഷ്യം വരും അല്ലേ? ഗുരുമാർ ചാടി എണീറ്റ്, കാരണം അത്രയും സീരിയസ് ആയിട്ട് കാര്യം ടൈപ്പ് ചെയ്യാൻ. ഗുരുമാരെ എണീറ്റ് പുറത്തു വന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ്. അപ്പൊ എന്ത് നാച്ചുറലായിട്ട് നമ്മളൊരു വലിയ ആളോട് പറയുന്ന രീതിയിൽ പറയില്ല, ചെറിയ കുട്ടിയാണ്. പക്ഷെ എന്നാലും ഗുരുമാരൻ പറഞ്ഞു, മോനെ എന്തിനു നീ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. അത്രയും ചോദിച്ചപ്പോൾ ഗുരുമാരേജ് തിരിച്ചകത്തേക്ക് പോയിട്ട് ഓക്കെ എല്ലാം രണ്ടാമത് കണക്ട് ചെയ്ത് വീണ്ടും ഗുരു മഹാരാജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത ഉള്ളിൽ, എന്തോ ഒരു സംതൃപ്തിയില്ലായ്മ തോന്നി. ഗുരു മഹാരാജ് പുറത്തേക്ക് നോക്കുമ്പോൾ ആ കുട്ടി കുറച്ച് മാറിയിരുന്ന 2-3 പേര് ചുറ്റും ഇരുന്ന് ഇങ്ങനെ ആശ്വസിച്ചു. ഗുരുമാരെ നേരെ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ആ കുട്ടിയോട് ഗുരു മഹാരാജ് ക്ഷമ പറഞ്ഞു. നീ ഒരു ധാമ നിവാസിയാണ്, നീ ഒരു കൊച്ചുകുട്ടിയാണ്, ഒരു കൊച്ചു വൈഷ്ണവനാണ്, നിന്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചു. അവനെ നേരെ പൊക്കിയെടുത്ത് ഗുരുമഹാരാജിന്റെ തോളത്തിരുത്തിയിട്ട് ഗുരുമഹാരാജ് ആ ക്യാമ്പസ് മുഴുവൻ, ആ മായാപ്പൂർ ധാമിലെ ക്യാമ്പസിലും ആ രാധാമാധവ അമ്പലത്തിലും എല്ലായിടത്തും കൊണ്ടു നടന്നു. ഭാഗ്യവാനല്ലേ ആ കുട്ടി. അങ്ങനെയാണ് നമ്മുടെ ഗുരുമഹാരാജ്. അത്രയും കാരുണ്യമുള്ളവനാണ് നമ്മുടെ ഗുരുമഹാരാജ്. അങ്ങനെയുള്ള ഗുരുമഹാരാജിന്റെ ഭാവം നമ്മൾ മനസ്സിലാക്കിയാൽ, അത് ഉള്ളിൽ ഏറ്റിക്കഴിഞ്ഞാൽ, എനിക്കിങ്ങനെ ഒരു വൈഷ്ണവരെ വേദനിപ്പിക്കാനാവില്ല, ഒരിക്കലും ആവില്ല. നമ്മൾ ആരെയും പഴി പറയരുത്, ഒരു വൈഷ്ണവന്റെയും മനസ്സ് വേദനിപ്പിക്കരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. പ്രഭുജി സംഭവിച്ചു പ്രഭുജി. നമ്മൾ എന്തും മനസ്സിലാക്കി തിരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഗുരുമഹാരാജിന്റെ ശിഷ്യന്മാരെന്ന രീതിയിൽ ചെയ്യേണ്ടത്. നമ്മൾ ഗുരുവിന്റെ ഭാവം മനസ്സിലാക്കുക, ആ കരുണ മനസ്സിലാക്കുക. ആ കരുണ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ പാതയിൽ നിന്ന് മാറാനാവില്ല. ഹരേ കൃഷ്ണ. നമുക്ക് എന്തായാലും ഇത് സംഭവിച്ചു വരും. ഇന്ന് നല്ലൊരു ദിവസമാണ്, ഗുരുമഹാരാജിന്റെ വ്യാസപൂജയാണ്. നമുക്ക് എല്ലാവരോടും ഒന്നിച്ച് ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഇനി ഒന്നാണ് എന്നുള്ളത്, ഒറ്റക്കെട്ടായിട്ട് ഗുരുമഹാരാജിന്റെ സേവ നമ്മൾക്ക് ചെയ്യാം. ഒരു ഗുരുമഹാരാജ് നമസ്കരിച്ചിട്ട് നമുക്ക് ഗ്ലോറി പ്രത്യക്ഷം ചെയ്യാം. All glories to Guru Maharaj, all glories to Srila Prabhupada. Hare Krishna, Krishna Krishna, Hare Hare, Rama Hare Rama, Rama Rama, Hare Hare. Hare Krishna. ഞങ്ങളുടെ ഒരു ചെറിയ സ്മരണമായിരുന്നു. എത്രത്തോളം വിജയിച്ചു എന്ന് അറിയില്ല.